ഹായ് ഹലോ വിബൂസ് ഫാമിലി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കിളിമാനൂര് വേടൻ്റെ പ്രോഗ്രാം ക്യാൻസലായതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. കിളിമാനൂര് വെള്ളല്ലൂർ പുല്ലുവിളാകം ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മേളപ്പൊലിമ 2025 അതിലേക്കായിരുന്നു വേടൻ്റെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആസിഫ് അലിയുടെ സർക്കീട്ട് എന്ന മൂവിയുടെ പ്രമോഷൻ, ഇത് രണ്ടുമായിരുന്നു അവിടുത്തെ മെയിൻ പ്രോഗ്രാം ആയിരുന്നത്. ഞങ്ങൾ ഇവിടെ നിശാഗന്ധിയിൽ, ഞങ്ങളുടെ തൊട്ടടുത്താണ് കനാകുന്ന്. അപ്പോൾ നിശാഗന്ധിയിൽ വേടൻ വന്ന സമയത്ത് ഞങ്ങളത് മുൻപേ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ മുന്നേ അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പ്രോഗ്രാമിന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെയും ഉണ്ടായിരുന്നു വൻ ജനക്കൂട്ടം. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ആംബുലൻസ്, പോലീസ് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. എന്നിരുന്നാൽ കൂടി ഇവിടെ ഹസ്ബൻഡിനും വാവയ്ക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ വേടൻ എന്ന് പറഞ്ഞാൽ. അവർ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ വേടൻ്റെ ഒരു സോങ് കേട്ടിട്ടാണ്. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ എത്രയൊക്കെ ഉണർത്താൻ ശ്രമിച്ചാലും അവ ഉണരില്ല ചില നേരം. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ ഞങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് കേട്ടാണ് അവൻ എഴുന്നേക്കുന്നത് പോലും. അത്ര ഫാൻസാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേർക്കും. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഫാനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഹസ്ബൻഡിനും വാവയ്ക്കും ഒത്തിരി ഇഷ്ടമായത് കാരണമാണ് ഞാനും ഇന്നലെ ഒപ്പം പോയത്. ഞാൻ കിളിമാനൂർ ഇവിടുന്ന് ഞങ്ങളുടെ സ്ഥലം കണ്ണമ്മൂലയാണ്. അപ്പോൾ കണ്ണമ്മൂലയിൽ നിന്ന് ഞങ്ങളൊരു 4:10 ആയപ്പോഴത്തേക്കായിരുന്നു ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 5:45 അടുപ്പിച്ചായിരുന്നു. പക്ഷെ അതിന് തൊട്ട് മുൻപായിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ വേടൻ ആ സ്റ്റേജിലെത്തിയിട്ട് സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവിടെ കൂടിയ കുറച്ച് പേരെ നോക്കിയിട്ട് ഈ ചെളിയിൽ നിങ്ങൾ എത്ര സമയം രാത്രി വരെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത് എന്ന് ഞങ്ങൾ പിന്നെ വേറൊരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ജനം കുറേശ്ശെ കൂടുന്നതേ ഉള്ളുമായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കാം. വേടൻ വന്ന് അവിടെ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സംസാരിക്കുന്നത്. സൗണ്ട് ചെക്ക് മാത്രമാണ്, ഷോ വൈകുന്നേരല്ലേ, എന്തിന് ഇത്രയധികം ആൾക്കാർ വന്നു? നിങ്ങളിവിടെ വന്നിട്ട് ഇനി രാത്രി ആവണവരെ കാത്തിരിക്കോ ഈ ചെളിയില്? എന്താടാ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ അത്രമാത്രം റിസ്കി ഫാക്ടറാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകുമ്പോൾ അത് അത്രമാത്രം ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ആ ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടിട്ടാണ് ഞങ്ങളവിടെ പോയത്. ഓൾറെഡി നിശാഗന്ധിയിൽ വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെയെങ്കിലും കാണാമല്ലോ. കിളിമാനൂർ എന്ന് പറയുന്നത് നമുക്ക് വേറെ ജില്ല താണ്ടി പോകുകയൊന്നും വേണ്ടല്ലോ. ഒരുപാട് കുട്ടികളെയൊക്കെ കൊണ്ട് ആ പരിസരത്തുള്ളവരും ഉണ്ടായിരുന്നു. പിന്നീട് ഈ അനൗൺസ്മെൻറ്റിനിടയ്ക്കാണ് ഞാൻ അറിയുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരും എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. കാര്യം ഇത്രയും ജനം, ഒരു 50,000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ അത്രയും ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വരേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നി. ഞങ്ങൾ 5:45-നെത്തി. 6 മണിക്കാണ് ഞങ്ങൾ ആ പാടത്തേക്ക് ഇറങ്ങി ഒരു സീറ്റ്, കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് കണ്ടുപിടിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ കംഫർട്ടായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നെങ്കിലും സമയമാകുമ്പോഴേക്കും ഒന്നിൽ ഒരുപാട് റഷ് വന്നിട്ട് നമ്മൾ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്, ഈ ചെളിയിൽ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇച്ചിരി കൂടി മുന്നോട്ട് കയറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഈ ഭാരവാഹികളാണ് ഇത്രയും പ്രശ്നങ്ങൾക്കുള്ള ഒരു വഴി തെളിച്ചതെന്ന് തന്നെ പറയണം. അവർക്കത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തു, അതിൽ പാളിച്ചകളൊക്കെ ഒരുപാട് സംഭവിക്കാം. കാര്യം മനുഷ്യരാണ്. നമ്മൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കി, പ്രോഗ്രാം ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കി അതുപോലെ തന്നെ നടക്കണം എന്നില്ല. എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ നേരിട്ടാൽ പോലും നമ്മൾ ഈ ശരിയാക്കുന്ന കറണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ മഴ, എന്തെങ്കിലും ഒരു കാര്യം അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തേക്കുന്ന ചാർട്ട് കംപ്ലീറ്റും ഒന്നോടെ മാറ്റേണ്ടി വരും. പക്ഷേ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിധമുണ്ട്. ആ വിധത്തിലല്ല ഈ ഭാരവാഹികൾ ആരും ഇത് കൈകാര്യം ചെയ്തേക്കുന്നത്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. ലിജു ഗോപിനാഥ് എന്ന് പറയുന്ന 42 വയസ്സുള്ള ഒരു ഇലക്ട്രീഷ്യൻ മരണപ്പെട്ടതിനാലാണ് വേടൻ ആ പ്രോഗ്രാം വന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയത്.
ലിജു ഗോപിനാഥിൻ്റെ ആ ഒരു പുള്ളിയുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ ആ ഒരു വിഷമം താങ്ങാനുള്ള ഒരു മനക്കരുത്ത് കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നല്ലൊരു തീരുമാനം തന്നെ ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ ഒരു ഹെൽപ്പിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന ഒരാൾക്ക്, അതും ചെറിയൊരു ആക്സിഡൻ്റ് അല്ല, അയാൾ മരിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനൊരു കാര്യം കേൾക്കുമ്പോഴേക്കും ആ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തതിൽ വേടനെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല, ആരും കുറ്റം പറയാൻ പാടില്ല. കാര്യം അങ്ങനെ തൻ്റെ പ്രോഗ്രാമിന് വന്ന ഒരാൾക്കാണല്ലോ ഇത് സംഭവിച്ചതെന്ന് ഓർത്തിട്ട് മാനസികമായിട്ട് തളർന്നായിരിക്കും ആ സ്റ്റേജിൽ വന്ന് നിൽക്കേണ്ടത്. അതുകൊണ്ടൊരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഓഡിയൻസിനെ അതായത് ഫാൻസ് ആയിട്ടുള്ള ഓഡിയൻസിനോടൊന്ന് സന്തോഷത്തോടെ ഒന്ന് സംസാരിക്കാൻ പോലും വേടന് സാധിക്കില്ല. അപ്പോൾ അത് കാരണമാണ് വേടൻ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാ സോഷ്യൽ മീഡിയാസിലും ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേജുകൾ മാറി മാറി ഇനിയും വേടന് കിട്ടും. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ ഒരു സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലും അത് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം വേടൻ കാണിച്ചു. അതിനൊരു ഹാറ്റ്സ് ഓഫ്. പക്ഷേ ഈ ഭാരവാഹികൾ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഈ 6 മണി മുതൽ അവിടെ 10 മണി വരെ നിന്ന ആൾക്കാരെ ശരിക്കും പറ്റിക്കുക, ആ വാക്ക് തന്നെ പറയണം, പറ്റിക്കുകയായിരുന്നു. കാര്യം 5-5:30 മണിക്ക് നടന്ന ഒരു സംഭവമായിരുന്നു ഈ ലിജു ഗോപിനാഥ് എന്ന് പറയുന്ന ആളുടെ മരണം. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാര്യങ്ങളിലൊക്കെ ആയിട്ടായിരിക്കാം കുറച്ച് പേര് നിന്നിട്ടുണ്ടാവുക. പക്ഷേ ഇതറിഞ്ഞ് വേടൻ്റെ ഒരു വീഡിയോ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു 7 മണി 8 മണി 8:30 പ്രോഗ്രാം തുടങ്ങാനായിട്ടിരുന്നത്. എല്ലാവരും വന്ന് നല്ല സജ്ജരാകുകയും ചെയ്തു. ആ ഒരു ജനക്കൂട്ടം ഞാനിവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ജനങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു 8:30 മണി, കൂടിപ്പോയാൽ 9 മണി, ആ ഒരു 9 മണി നേരമായിട്ടും അവരാരും നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാനായിട്ട് കൂട്ടാക്കിയില്ല. ഈ 9 മണിവരെയും ഈ നിൽക്കുന്ന ഈ സ്റ്റേജിൽ നിന്ന് ആരും ഈ സംഗതി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഞങ്ങൾ ജനങ്ങൾ മണ്ടരല്ല. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നിൽ സ്ക്രീനിൽ ആനിമേഷൻ പോലെയൊക്കെ കുറേ പ്രോസസ്സുകൾ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഒന്നിൽ അവർ സ്ക്രീനിൽ ഈ വേടനിട്ട ഈ ഒരു ചെറിയൊരു വീഡിയോ, ആ വീഡിയോ ഒന്നിൽ സ്ക്രീനിലിട്ട് കാണിക്കണമായിരുന്നു. എങ്കിൽ തന്നെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാരിൽ എങ്ങനെ നോക്കിയാലും ഒരു 3/4 ആൾക്കാർക്കെങ്കിലും അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയേനെ. ഒരു ചെറിയ ആക്സിഡൻ്റ് അല്ല, മരണമാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാതെയുള്ള ആൾക്കാരല്ല അവിടെ നിന്നത്. അത് പറയുന്നതിനും പകരം, അല്ലെങ്കിൽ ശരി ആ സ്ക്രീനിൽ ആ വീഡിയോ കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, ഈ ഒരാളുടെ മൊബൈലിൽ ആ വീഡിയോ ഓൺ ചെയ്തിട്ട് മൈക്ക് വെച്ച് കൊടുത്താൽ പോലും ഞങ്ങളിൽ എല്ലാവർക്കും, അവിടെ കൂടി നിന്ന എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റുമായിരുന്നു. വേടൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇത് ശ്രദ്ധിക്കാവോ എന്ന് ചോദിച്ചെങ്കിൽ കൂടി എല്ലാവരും അത് ശ്രദ്ധിക്കുമായിരുന്നു. കാര്യം അത്രയും ക്ഷമയോടെയാണ് അവിടെ നിന്ന് ഓരോ ആൾക്കാരും നിന്നിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരുടെ ഈ ഇപ്പം എത്തും എന്നുള്ള ആ ഒരു പറച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നത്.
ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ മൈൻഡിൽ തോന്നിയത് തന്നെ ആയിരിക്കുമല്ലോ പലരുടെയും മൈൻഡിൽ തോന്നിയിട്ടുണ്ടാവുക. ഇപ്പം എത്തും, ഒരു 10 മിനിറ്റ്, ആ ക്രൂ ഇവിടെ എത്തിക്കഴിഞ്ഞു, ഇപ്പം എത്തും, ഒരു അരമണിക്കൂർ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പറ്റിക്കൽ തന്നെ അല്ലായിരുന്നോ? ഇതൊക്കെ അറിഞ്ഞ് വേടൻ അവിടെ നിന്ന് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു, ആസിഫ് അലി ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. അപ്പം ഇതൊക്കെ പറയാൻ മടിച്ചിട്ട് കുറച്ച് DJ ഇട്ട് അവിടെയുള്ള കുറച്ച് ആൾക്കാരെ ഒന്ന് മനസ്സ് തണുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. അവസാനം 10:15 ഒരു അനൗൺസ്മെന്റ് വരുന്നത്. അതും കൂടി കേട്ടോളൂ കേട്ടോ. എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ഒരു വിഷമത്തോടു കൂടിയുള്ള ഒരു വാർത്ത അറിയിക്കുവാനുണ്ട്. നിയന്ത്രിക്കുവാൻ കഴിയാൻ വയ്യാത്ത രീതിയിൽ നമുക്ക് ഈ കാണുന്ന ഭാഗം മാത്രമല്ല, ഈ റോഡ് മുതൽ ഏകദേശം നമുക്ക് കിളിമാനൂർ ഇങ്ങനെ ഇത്ര ഏരിയ മുഴുവൻ ഓൾറെഡി റോഡ് ഉൾപ്പെടെ ബ്ലോക്ക്, അത്രയും ജനക്കൂട്ടം ഉണ്ടായാലാണ് ഒരു കാരണവശാലും വേടൻ ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ദേഷ്യം വരും. കാര്യം എല്ലായിടവും ട്രാഫിക് ബ്ലോക്ക് ആയത് കാരണം വേടൻ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും ആളുകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ആ ഒരു അനൗൺസ്മെൻറ്റ്. ചെളിവാരി എറിയലും ബഹളവും ഒക്കെ ആയി ഞങ്ങളൊരു ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വരമ്പിൻ്റെ സൈഡിൽ എത്തിയത് കൊണ്ട്, കാര്യം 10 മണിയായപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്കിവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നു, ഭാവയും ഞങ്ങളുമായിട്ട് ആ വരമ്പിൻ്റെ സൈഡിലേക്ക് കയറിയതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരുന്നത്. ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും അതിൻ്റെ ഒന്നും ഇടയിലാകേണ്ടി വന്നില്ല. ഞങ്ങൾ കയറി പതിയെ നടന്നു തുടങ്ങിയപ്പോഴായിരുന്നു ഈ അനൗൺസ്മെൻറ്റ് വന്നത്. അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തായാലും നടന്ന് നീങ്ങിയത് നന്നായി എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ചെളിവാരി എറിയലും അടിയും പിടിയും വരെ ആയിരുന്നു. ഇതൊക്കെ ആരെങ്കിലും പുറത്ത് വിട്ടിട്ടുണ്ടോ എന്നറിയില്ല. നല്ല പ്രശ്നങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഇലക്ട്രീഷ്യൻ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു, ഒരു മരണം നടന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ശാന്തരായിട്ട് മടങ്ങിയേനെ. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും ശാന്തരായിട്ട് മടങ്ങിയേനെ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളൊരു പ്രോഗ്രാം കാണാൻ ചെന്ന് നിൽക്കുമ്പോൾ ആ പ്രോഗ്രാം ആവാതിരിക്കാം, അല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് സംഭവിക്കാം. ഈ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്തതിൽ 10ഓളം ആൾക്കാരാണ് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വന്നത് വയ്യാണ്ടായിട്ട്. അത്രമാത്രം ആകാംക്ഷയോടെ ആൾക്കാർ ഒരുപോലെ നിൽക്കുവാണ്, ചെളിയിൽ ഇങ്ങനെ പൂന്തി നിൽക്കുവാണ്. നമ്മൾ ആ പാടത്ത് പ്രോഗ്രാം വെച്ചതിനോട് തന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു എതിർപ്പ് ഫീൽ ചെയ്യുവാണ്. വേറൊന്നും കൊണ്ടിട്ടല്ല, കുഞ്ഞു കുട്ടികളടക്കം എത്ര പേരുണ്ടായിരുന്നു. അവർ ഇത്രയും സമയം വെയിറ്റ് ചെയ്യുമോ എന്നാണ് വേടൻ ഫസ്റ്റ് വന്നിട്ട് സൗണ്ട് ചെക്കിങ്ങും കാര്യത്തിനൊക്കെ വന്നപ്പോഴേക്ക് സംസാരിച്ചത് പോലും. അപ്പം ഞങ്ങൾ നിൽക്കെ ഈ ചെളി ഇങ്ങനെ താഴ്ന്നു പോവുകയാണ്. ഞങ്ങളുടെ കാലിങ്ങനെ താഴ്ന്ന് കാലിൻ്റെ പകുതിയോളം മുട്ടിനൊക്കെ കുറച്ച് താഴോട്ടായിട്ടാണ് ചെളിയായിരുന്നത്. അപ്പം ഞങ്ങൾക്കങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. പക്ഷെ കുട്ടികളൊക്കെ കിടന്ന് ഓടുവാണ്. ഈ പലരും അവിടെ നിന്ന് ഈ DJക്ക് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ചെറിയ ചെളിക്കൊണ്ടായിരുന്നെങ്കിൽ അത് പതിയെ അങ്ങ് നല്ലോണം താഴ്ന്ന് ഇച്ചിരി ആഴത്തിലേക്ക് വരുന്ന രീതിയിലായി. അത്രയ്ക്കും ചെളിയെ താഴ്ത്തി ഡാൻസൊക്കെ കളിച്ച്. അപ്പോൾ നമ്മളാകെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേടനോടോ ആസിഫ് അലിയോടോ ഒന്നും ഒരു വിഷമവും ഇല്ല. കാര്യം വെച്ചാൽ അവരുടെ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് അവരവിടെ നിന്ന് പോയത് പ്രോഗ്രാമിനെത്താത്തത്. പക്ഷെ അത് ഈ കൂടി നിന്ന ജനങ്ങളെ അറിയിച്ചില്ല എന്നുള്ളത് ഭാരവാഹികളുടെ തെറ്റ് തന്നെയല്ലേ. അപ്പോൾ ഒരു റിക്വസ്റ്റാണ്, പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ, സപ്പോസ് നമ്മൾ വിളിക്കുന്ന ഒരു ആക്ടർ ആയിക്കോട്ടെ, ആക്ട്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, എത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് എന്താന്നുള്ള ആ ഒരു യഥാർത്ഥ റീസൺ കൂടി നിൽക്കുന്ന ഫാൻസുകാരെയും ആൾക്കാരെയും അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു നല്ലൊരു ഉത്തരവാദിത്വമാണ്. നല്ല രീതിയിൽ അറിയിക്കുക എന്നുള്ളത്. നിങ്ങളീ പറഞ്ഞതൊരു റീസണേ അല്ലായിരുന്നു. കാര്യം ഇത്രയും ജനങ്ങൾ വന്ന് അവിടെ കൂടി നിൽക്കുന്നിടത്ത് വേടന് വരാനായിട്ട് സാധിക്കുന്നില്ല, ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ശരിക്കും പറ്റിക്കലായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് നെഗറ്റീവായിട്ട് വരാം.
പക്ഷെ ഞാൻ എൻ്റെ സജഷനാണ് പറഞ്ഞത്. ഇതിൽ നമുക്ക് മറ്റാരെയും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇതൊരു കുറ്റം പറച്ചിലല്ല, ഒരു റിക്വസ്റ്റാണ്. ഇന്നലെ വന്ന അത്രയും സമയം നിന്ന് വീട്ടിലെത്തിയപ്പോൾ 1 മണിയായിരുന്നു, 1 മണി കഴിഞ്ഞിരുന്നു. കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയും ആൾക്കാർ തെറിവിളിയും ബഹളവുമായിട്ട് ആ റോഡ് വഴി പോകുന്നത്. ഞങ്ങൾ കാറിൽ കയറി ഇങ്ങനെ ഇരിക്കുവാണ്. ഈ ഇത്രയും ആൾക്കാർ പോയ ശേഷമാണ് ഞങ്ങൾക്കൊന്ന് വണ്ടി എടുത്ത് വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത്രയും ആളുകളെ പ്രകോപിപ്പിച്ചത് ഇത് കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ഈ കിളിമാനൂർ എന്താ സംഭവിച്ചത്, വേടൻ്റെ പ്രോഗ്രാം എന്തുകൊണ്ട് ക്യാൻസലായി, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഊഹാപോഹങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ലൈവായിട്ട് കണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.